ഭായിമാരെന്ന് നമ്മുടെ നാട്ടിൽ പരക്കെ അറിയപ്പെടുന്നത് ഇതര സംസ്ഥാനത്തു നിന്ന് നമ്മുടെ നാട്ടിൽ ജോലിക്ക് എത്തുന്നവരാണ്. അതിൽ നോർത്ത് ഇന്ത്യക്കാരും ബംഗാളികളും എല്ലാമുണ്ട്. ഇവരുടെ മറവിൽ ബംഗ്ലാദേശികൾ വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്ത് കടന്നു കയറിയിട്ടുണ്ട്. വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ചാണ് അവർ ഭായിമാരായി വിലസുന്നത്. ഇവരെ പൊക്കിത്തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നിന്ന് വരുന്ന വാർത്ത. CRPFും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും അടക്കം ഉള്ള സേനാ വിഭാഗങ്ങൾ നിരന്തരമുള്ള നിരീക്ഷണത്തിലും പരിശോധനയിലുമാണ് ഇപ്പോൾ 236 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരെ കൊണ്ടുവന്ന ഏജന്റിനെയും പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. വിവിധ ഇടങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുകയും സംശയാസ്പദമായ സാഹചര്യത്തിൽ ആരെ കണ്ടാലും അവരെ കസ്റ്റഡിയിൽ എടുക്കുകയുമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. കാരണം ബംഗ്ലാദേശിലെ സമീപകാല സംഭവങ്ങൾ ഇന്ത്യ ആശങ്കയോട് തന്നെയാണ് കാണുന്നത്. കാരണം അവിടുത്തെ ജയിലുകളെല്ലാം തകർക്കുകയും അവിടെയുള്ള കൊടും ഭീകരർ ഉൾപ്പെടെയുള്ളവരെ തുറന്നുവിടുകയും ചെയ്തൊരു സാഹചര്യം, ബംഗ്ലാദേശിൽ പുതിയതായി രൂപം കൊണ്ട സർക്കാരിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്തിയവരുടെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ ഇതെല്ലാം ഇതിന് കാരണമായിട്ടുണ്ട്. ഏതായാലും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയ റോഹിംഗ്യകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇനി ഭായിമാരെന്ന പേരിൽ അധികം വിലസി നടക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചന. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.